ഹലോ നമസ്കാരം. താരാസ് അണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 3 ടൈപ്പിലാണ് ചമ്മന്തികളുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 തരം ചമ്മന്തികളാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ഇപ്പം ഞാൻ ഈ തൊട്ട് കാണിക്കുന്നത് കറിവേപ്പില ചമ്മന്തിയാണ്. പിന്നെ രണ്ടാമതിരിക്കുന്നത് കൊണ്ടാട്ടമുളക് ചമ്മന്തി. പിന്നെ അപ്പുറത്ത് കളർഫുള്ളായിട്ടിരിക്കുന്നത് മാങ്ങ ക്യാരറ്റ് ചമ്മന്തി. അങ്ങനെ 3 തരം ചമ്മന്തികളാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെയാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത്. ഇപ്പോൾ ഒരു ഇടത്തരം മാങ്ങ എടുത്ത് ചെറുതാക്കി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ വേവിച്ചിട്ടാണ് എടുത്ത് വെച്ചേക്കണത്. വേവിച്ച് അതിൻ്റെ വേവൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ തേങ്ങ, പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചമ്മന്തികളിലും ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. പിന്നെ കൊണ്ടാട്ടമുളക്, കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലയൊക്കെ എന്തോരം വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രയാണ് എടുത്തേക്കണത്. പിന്നെ നമുക്ക് കുറച്ച് വാളംപുളിയും കൂടി വേണം. ഇപ്പോൾ ഈ കൊണ്ടാട്ടമുളക് ഞാൻ നൊയമ്പിന് ഇറച്ചി മീനൊന്നും കൂട്ടാത്തപ്പോൾ വാങ്ങിച്ച് ഫ്രൈ ചെയ്ത് വെച്ചേക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ കൂട്ടുമ്പോൾ ഇതൊരെണ്ണം ഇങ്ങനെ ചോറിൽ കൂട്ടി ചെറുത് കഷ്ണങ്ങളാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പം അന്ന് വറുത്തെടുത്ത് വെച്ചത്. പിന്നെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇറച്ചി മീനൊക്കെ കൂട്ടി തുടങ്ങിയപ്പോൾ പിന്നെ അത് എടുക്കാറില്ലായിരുന്നു. അപ്പോൾ നമുക്കത് ചമ്മന്തിയാക്കി അരക്കാം. നമുക്ക് ആദ്യം ഈ കറിവേപ്പില ഒന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട. പിന്നെ അതിലൊക്കെ നമുക്ക് ചെറിയുള്ളി ചേർക്കാം. പിന്നെ ഒരു കുറച്ച് വാളംപുളി, പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് 2-3 പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ ഇതിൽ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയൊന്നും ചേർക്കണില്ല, പച്ചമുളക് മാത്രം ചേർക്കണുള്ളൂ. അപ്പോൾ കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് കറിവേപ്പില ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടായതിന് ശേഷം ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ ഈ നൊയമ്പൊക്കെ ഉണ്ടായെങ്കിലും ചമ്മന്തി അധികം അരക്കാറില്ല. പച്ചക്കറികളും പിന്നെ അച്ചാറും ഒക്കെ കൂട്ടിയൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിത് മാങ്ങയൊക്കെ കിട്ടിയ കാരണം അങ്ങനെ ചമ്മന്തികൾ അരക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കൊണ്ടാട്ടമുളകിൻ്റെ ചമ്മന്തി അരച്ച് നോക്കാം. അപ്പോൾ കൊണ്ടാട്ടമുളകിന് ഉപ്പും എരിവൊക്കെ ഉള്ളാരണം ഞാൻ പിന്നെ വേറെ സെപ്പറേറ്റ് ഉപ്പും എരിവൊന്നും ചേർക്കണില്ല. മുളകും ചെറിയുള്ളിയും തേങ്ങയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കണത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് കൊണ്ടാട്ടമുളക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് അരച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. തേങ്ങയും പുളിയും ഒക്കെ കൂടി ചേരുമ്പോൾ എരിവൊന്നും അധികം തോന്നണില്ല. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഉപ്പും എരിവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ആവശ്യത്തിനുള്ള എരിവും ഉപ്പൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ അടിപൊളി കൊണ്ടാട്ടം തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലൊക്കെ പകർത്തിയിട്ട് ആ മിക്സിയിൽ തന്നെയാണ് ഞാൻ പിന്നെയുള്ള ചമ്മന്തികളൊക്കെ അരച്ചെടുക്കണത്. ഇനി നമുക്ക് മാങ്ങയും ക്യാരറ്റും കൂടി ചമ്മന്തി അരക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മാങ്ങയ്ക്ക് അധികം പുളിയൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റും മാങ്ങയും തേങ്ങയും പിന്നെ 2-3 പച്ചമുളക് പിന്നെ ചെറിയുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് അടിപൊളി ചമ്മന്തിയായിരുന്നു. ഈ മാങ്ങയ്ക്ക് അധികം ഭയങ്കര പുളിയില്ലാത്ത കാരണം തന്നെ ചെറിയൊരു മധുരിപ്പൊക്കെ ഉണ്ടായത് കാരണം നല്ല ടേസ്റ്റായിരുന്നു ഈ ചമ്മന്തിക്ക്. അപ്പോൾ ക്യാരറ്റും കൂടി ചേർത്തേക്കണ കാരണം തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ചമ്മന്തി ആയിരുന്നത്. അപ്പോൾ ചമ്മന്തിയൊക്കെ കൂട്ടണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയും തേങ്ങ ഉള്ളിയൊക്കെ നമ്മൾ ചമ്മന്തി അരക്കാറുണ്ട്. അപ്പോൾ അതിൽ കൂടി ക്യാരറ്റും കൂടി ചേർത്തപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ക്യാരറ്റിൻ്റെ കുത്തൊന്നും ഇതിലേക്ക് ഇല്ല. വേവിച്ചേക്കണ കാരണം തന്നെ അതിനധികം കുത്തൊന്നും ഉണ്ടായില്ലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ചമ്മന്തിക്ക്. അപ്പോൾ അതും നമുക്ക് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞങ്ങൾക്ക് കറിവേപ്പില ചമ്മന്തിയാണ്. അത് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ 3 ചമ്മന്തികളൂടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഈ കൊണ്ടാട്ടമുളകിൻ്റെ ചമ്മന്തിയിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്, എന്തെങ്കിലും കുത്തുണ്ടെങ്കിൽ മാറാൻ വേണ്ടി. ബാക്കി ചമ്മന്തികളൊക്കെ കുഴപ്പമില്ല. നമുക്കിതൊരു ടിന്നിലിട്ട് അടച്ച് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.